നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഏവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നു. മരണത്തിന്റെ മേലുള്ള ജീവന്റെ വിജയമാണ് ഉയർപ്പെന്ന് മെത്രാപ്പൊലിത്ത ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കുരിശിന്റെ വേദനയും തിരസ്കരണവും ഒറ്റപ്പെടലും പരിഹാസവും മരണവും എല്ലാം ഏറ്റുവാങ്ങിയ ക്രിസ്തുവിന്റെ അതിജീവന ആഘോഷമാണ് ഉയർപ്പ് ഞായറിൽ സംഭവിക്കുന്നത്. മരണശക്തിയുള്ള മേലുള്ള ദൈവത്തിന്റെ വിജയമാണിത്. ഇന്നിന്റെ അനീതികളോടുള്ള പ്രതിരോധത്തിൽ മാത്രമേ ഉയർപ്പ് അനുഭവവേദ്യമാകുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യാശ നഷ്ടമാകത്തക്ക വിധം മടുപ്പുളവാക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് യുദ്ധവും പലായനവും ഭീകരപ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നു. തോറ്റുപോയി എന്നും സാധ്യതയില്ല എന്നും ലോകം പറയുമ്പോൾ ഇനിയും സാധ്യതയുണ്ട് എന്നാണ് ഓരോ ഉത്ഥാനവും നമ്മോട് പറയുന്നത്. തകർന്ന ഹൃദയങ്ങൾക്കുള്ളിലാണ് പുതുശക്തി പിറക്കുന്നത്. വേദനകൾക്കിടയിലാണ് മനസ്സിന്റെ യഥാർത്ഥ ആഴം തിരിച്ചറിയുന്നത്. അസാധ്യതകളിലെ ദൈവത്തിന്റെ സാധ്യതയാണ് ഉയർത്തെഴുന്നേൽപ്പ്. വേദനകൾക്കിടയിലാണ് മനസ്സിന്റെ യഥാർത്ഥ ആഴം തിരിച്ചറിയുന്നത്. അസാധ്യതകളിലെ ദൈവത്തിന്റെ സാധ്യതയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഇത് പണ്ടെങ്ങോ നടന്നതിൻ്റെ കേവല സ്മരണ പുതുക്കലല്ല, വർത്തമാനകാലത്തെ ആവർത്തിക്കപ്പെടേണ്ട അനുഭവം കൂടിയാണ്. മടുപ്പുളവാക്കുന്നതും മരണസമാനവുമായ ആനുകാലിക ജീവിത പരിസരങ്ങളിൽ ജീവദായക ഉദ്ധാനശക്തി അനുഭവവേദ്യമാക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. വിദേശ സംഭാവന നിയന്ത്രണ FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നീട്ടിയ കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. ബിൽ പരിഗണിക്കുന്നത് മാറ്റിവെക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് ആവശ്യം. ബിൽ ഉയർത്തുന്ന ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ആസന്നമായ അസംബ്ലി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനമാകാതെ ഗവൺമെന്റ് തലത്തിൽ നടപടികൾ ഉണ്ടാകുകയും ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയും വേണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരിക്കുക, നിലവിലെ ലൈസൻസ് സറണ്ടർ ചെയ്യുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ആർജിച്ചെടുത്ത ആസ്തികൾ നിശ്ചിത അതോറിറ്റിക്ക് സ്ഥിരമായി ഏറ്റെടുക്കാമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നത്. നിയമ ഭേദഗതിയിൽ നീതി നിഷേധമുണ്ട്. പൊതുസമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും ആശങ്ക കണക്കിലെടുത്ത് ബിൽ പിൻവലിക്കുകയോ വിവാദ നിർദ്ദേശങ്ങൾ ഒഴിവാക്കുകയോ വേണമെന്ന് മെത്രാപ്പൊലിത്ത ആവശ്യപ്പെട്ടു. കേരള യൂണിയൻ ഓഫ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ തയ്യാറാക്കിയ VBS ടെക്സ്റ്റ് ബുക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പ്രകാശനം ചെയ്തു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് VBSനായി പുതിയ ടെക്സ്റ്റ് പുറത്തിറക്കുന്നത്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി. ലോകമെങ്ങും നടക്കുന്ന VBSനായി നവീനമായി തയ്യാറാക്കിയ പുസ്തകം പുതിയ തലമുറയ്ക്ക് കൂടുതൽ ദിശാബോധം നൽകുന്നതാകണമെന്ന് മെത്രാപ്പൊലിത്ത ആശംസിച്ചു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, CSSM ഡയറക്ടർ റവറൻ സുജിത് സാം മാമൻ എന്നിവർ പ്രസംഗിച്ചു. കടുത്ത വേനൽ ചൂടിനെ നേരിടുന്ന വഴിയോര കച്ചവടക്കാർക്ക് ആശ്വാസമായി മാർത്തോമ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാർഡ് തണൽ കുടകൾ വിതരണം ചെയ്തു. കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്ത വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടൊപ്പമാണ് കാർഡ് എപ്പോഴും നിലകൊള്ളുന്നതെന്ന് സഫ്രഗൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, ഡയറക്ടർ റവറൻ ഷിവു സാമുവൽ, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈനം ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റീഫൻസൺ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. തിരുവല്ല, കല്ലിശ്ശേരി പ്രദേശങ്ങളിലെ 10 വഴിയോര കച്ചവടക്കാർക്കാണ് തണൽക്കുടകൾ വിതരണം ചെയ്തത്. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം കേൾവി പരിമിതിയുള്ളവർക്ക് അത്താണിയായി ആരംഭിച്ച ശ്രവണം പദ്ധതിയിലൂടെ ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ കേൾവി പരിമിതിയുള്ള 19 പേർക്കാണ് പരിശോധന നടത്തി ഉപകരണങ്ങൾ നൽകിയത്. കഴിഞ്ഞ വർഷം 16 പേർക്ക് ഉപകരണങ്ങൾ നൽകിയിരുന്നു. ശ്രവണ സഹായ ഉപകരണങ്ങളുടെ വിതരണം ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. കാഴ്ചയും കേൾവിയും ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനുള്ള സംവിധാനങ്ങളാണെന്നും ഇവയുടെ പരിമിതികൾ അനുഭവിക്കുന്നവർ നേരിടുന്ന വേദനകൾക്ക് പരിഹാരം കാണുവാൻ ഏവരും തയ്യാറാകണമെന്നും മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റവറൻ ഡോക്ടർ അരുൺ തോമസ്, ലിസ മറിയം ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഓഡിയോളജിസ്റ്റുമാരായ ഷിജിൻ വർഗീസ്, റീജ ഷിജിൻ, അജിൻ സണ്ണി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. അമലഗിരി TMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗിന്റെ 2025-26 നിയോഗ ശുശ്രൂഷ അനുഗ്രഹീതമായി. ഗവേണിംഗ് ബോഡി ചെയർമാൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറും ആംഗലേയ കവയത്രിയുമായ ആനി ജോർജ് നിയോഗ സന്ദേശം നൽകി.
വേദനയിലും സംഘർഷത്തിലും ഇരിക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തു മനസ്സിന്റെ സഖിത്വം നൽകുന്നതാണ് ഇടയ ശുശ്രൂഷയുടെ ഭാഗമായ കൗൺസിലിംഗ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഓർമ്മിപ്പിച്ചു. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ ബിരുദാനന്തര ബിരുദം, പാസ്റ്ററൽ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലോക്സ സുനേബ് ജാമിർ, ഡോക്ടർ സബീന ജോസ് എന്നിവർ പഠനാനുഭവം പങ്കുവച്ചു. റവറന്റ് ഡോക്ടർ ജോ ജോസഫ് കുരുവിള, റവറന്റ് ഡെന്നി ഫിലിപ്പ്, വെക്കോ ബി ടൂണി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ റവറന്റ് ഡോക്ടർ എബ്രഹാം മാത്യു, റവറന്റ് ബ്ലസൻ കെ മോൻ എന്നിവർ പ്രസംഗിച്ചു. 2026 ജൂൺ മുതൽ ആരംഭിക്കുന്ന സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള 1 വർഷ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സിലേക്കും 2 വർഷ മാസ്റ്റേഴ്സ് ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി കോഴ്സിലേക്കും അഡ്മിഷൻ ആരംഭിച്ചതായി ഡയറക്ടർ അറിയിച്ചു. എഴുത്തും വായനയും അറിയുന്നവരുടെ സമൂഹം മാത്രമല്ല, ജാതിമത രാഷ്ട്രീയ വിഭാഗീയതയ്ക്ക് അതീതമായി ചിന്തിക്കുന്നവരുടെ സമൂഹമാണ് സാക്ഷരതയുടെ അടയാളമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത. റാന്നി ഇടക്കുളം മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജ് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. യുക്തിയും ബുദ്ധിയും വിവേകവും ഭക്തിയുടെ ഭാവങ്ങളാണെന്നും വിവേചനാശേഷിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ജോർജ്, അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് മാത്യൂസ് കറിയ, റവറന്റ് ജോൺസൺ വർഗീസ്, ജിജി കെ യോഹന്നാൻ, ഡോക്ടർ വർഗീസ് പി പീറ്റർ, ഡോക്ടർ ബിന്ദുമോൾ കെ കെ, ഗോകുൽ ജി കൃഷ്ണൻ, ഡൂലിയ യോഹന്നാൻ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ EAN സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജറായി റവറന്റ് ജോജി തോമസ് ചുമതലയേറ്റു. 1959 രൂപീകൃതമായ മാർത്തോമ EAN സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ആദ്യമായാണ് ഒരു വൈദികനെ എപ്പിസ്കോപ്പൽ സിനഡ് മാനേജറായി നിയമിക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി മാനേജ്മെന്റ് ഓഫീസിൽ നടന്ന നിയോഗ ശുശ്രൂഷയ്ക്ക് സ്കൂൾ ബോർഡ് ചെയർമാൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. റവറന്റ് ഡേവിഡ് ഡാനിയൽ വൈദിക ട്രസ്റ്റി, റവറന്റ് ഡെബി കെ ജോഷുവ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി, റവറന്റ് സജേഷ് മാത്യു സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി, റവറന്റ് ആൽവിൻ അലക്സാണ്ടർ, മിസ്റ്റർ കുരുവിള മാത്യു മാനേജർ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ CFCD ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ടുകളുടെ ഒഡീഷയിലെ കാഠ്മണ്ഡാൽ, കൽഹണ്ടി ജില്ലകളിലെ വിവിധ പ്രൊജക്ടുകളുടെ വാർഷിക പ്രവർത്തന പുരോഗതി വിലയിരുത്തലും സ്റ്റാഫ് അംഗങ്ങൾക്ക് പരിശീലനവും സംഘടിപ്പിച്ചു. അടുത്ത വർഷത്തെ കർമ്മ പരിപാടികൾ തയ്യാറാക്കി. കാർഡ് ഡയറക്ടർ റവറന്റ് ഷിബു സാമുവൽ, പ്രോഗ്രാം കോർഡിനേറ്റർ റിബു തോമസ് മാത്യു, ലോക്കൽ അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് സിജോ രാജൻ, റവറന്റ് ആശിഷ് ഷാജി ഡാനിയൽ, മാനേജർ ജിബേന്ദ്ര നായിക് എന്നിവർ പരിശീലനത്തിനും ചർച്ചകൾക്കും നേതൃത്വം നൽകി. കുഞ്ഞു മനസ്സുകളിൽ ആഹ്ലാദവും മൂല്യങ്ങളും നിറയ്ക്കുവാൻ അവധിക്കാല ബൈബിൾ സ്കൂളുകൾ ഏപ്രിൽ 6-ന് ആരംഭിക്കും. ആദ്യ റൗണ്ട് VBS 15-ന് സമാപിക്കും. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ 500ഓളം ഇടവകളിലാണ് ബൈബിൾ സ്കൂളുകൾ സംഘടിപ്പിക്കുക. ആദ്യ റൗണ്ടിൽ 360ഓളം പള്ളികളിൽ സമാജം നേതൃത്വത്തിൽ VBS ക്രമീകരിക്കും. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നതാണ് ഇക്കൊല്ലത്തെ ചിന്താവിഷയം. ഏപ്രിൽ 6 മുതൽ 15 വരെ ആദ്യ റൗണ്ടും 16 മുതൽ 25 വരെ 2-ാം റൗണ്ടും 27 മുതൽ മെയ് 6 വരെ 3-ാം റൗണ്ടും വിവിധ ഇടവകളിൽ സംഘടിപ്പിക്കും. VBS ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പുകൾ ചരൽക്കുന്ന്, അടൂർ യൂത്ത് സെന്റർ, കാട്ടാക്കട വയോജന മന്ദിരം, ചുങ്കത്തറ ഉപ്പട മിഷൻ സെന്റർ, ബാംഗ്ലൂർ യൂത്ത് സെന്റർ എന്നിവിടങ്ങളിലായി ഒരുക്കി. സമാജം ജനറൽ സെക്രട്ടറി റവറന്റ് സജേഷ് മാത്യൂസ്, അസിസ്റ്റന്റ് സെക്രട്ടറി റവറന്റ് സനൽ ചെറിയാൻ എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.